നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട്ടമ്മയോട് അപമര്യാദയായി പെരുമാറിയ യുവാവ് അറസ്റ്റിൽ. കാലിക്കറ്റ് സർവകലാശാല AKRSA യൂണിറ്റ് പുറത്തിറക്കിയ പ്രതിധ്വനിക്കുന്ന പ്രതിരോധം എന്ന പുസ്തകം പ്രകാശിതമായി. ജമാഅത്തെ ഇസ്ലാമി തിരൂർ ഏരിയ ഖുർആൻ സമ്മേളനം സംഘടിപ്പിച്ചു. മുസ്ലിം സംഘടനകൾ യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തണമെന്ന് KNM മർക്കസ് ഉദവ പുത്തനത്താണി മണ്ഡലം തന്മിയ ഇഫ്താർ സംഗമം ആവശ്യപ്പെട്ടു. ചെമ്മാട് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മ ഇഫ്താർ വിരുന്നൊരുക്കി. വെട്ടം തേണ്ടാപ്പടി മഹല്ല് ഇഫ്താർ സംഗമം നടത്തി. ഇഫ്താർ സംഗമത്തിൽ 400-ലധികം ആളുകൾ പങ്കെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. ബസ് കാത്തുനിന്ന വീട്ടമ്മയ്ക്ക് ലിഫ്റ്റ് നൽകി കാറിൽ കയറ്റി വഴിമാറ്റി കൊണ്ടുപോയി അപമര്യാദയായി പെരുമാറിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. ആദൃശ്ശേരി കാവപ്പുര സഫ്വാനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തലക്കടത്തൂരിൽ ജോലിസ്ഥലത്തേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു വീട്ടമ്മ. സഫ്വാൻ അതുവഴി വരികയും വീട്ടമ്മയ്ക്ക് പരിചയമുള്ളയാളായതിനാൽ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ കാറിൽ കയറുകയുമായിരുന്നു. എന്നാൽ യാത്ര തുടർന്നപ്പോൾ വീട്ടമ്മയോട് യുവാവ് അപമര്യാദയായി പെരുമാറുകയും വിവരം വീട്ടുകാരോട് പറയുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. യുവാവിനെ ജാമ്യത്തിൽ വിട്ടു. വെട്ടന്യൂസ് തിരൂർ. കാലിക്കറ്റ് സർവകലാശാല AKRSA യൂണിറ്റ് പുറത്തിറക്കിയ പ്രതിധ്വനിക്കുന്ന പ്രതിരോധം എന്ന പുസ്തകം പ്രകാശിതമായി. AKRSA ഡിപ്പാർട്ട്മെന്റ്, സ്റ്റുഡൻസ് യൂണിയൻ എന്നിവ ചേർന്ന് നടത്തിയ റിസർച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്രബന്ധങ്ങളാണ് പുസ്തകമാക്കിയത്. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ AK ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ P ശിവദാസൻ അധ്യക്ഷനായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിപാടിയുടെ വെബ്സൈറ്റ് ലോഞ്ചിങ് മുതൽ ഇതിന്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ രാജ്യസഭാംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രകാശനം നിർവഹിച്ചു. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പശ്ചാത്തലത്തിന്റെ ഒരു ഇരയാണ് നിങ്ങളുടെ വൈസ് ചാൻസലർ. എന്തായാലും അദ്ദേഹം ആത്യന്തികമായി വിജയം കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ ഏതാനും വാക്കുകൾ ഇവിടെ പറയുന്നു. ഗവേഷകൻ AP മുനവിർ അലി പുസ്തക പരിചയം നടത്തി. സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ T ബസുമതി, ആക്ട് സെക്രട്ടറി ഡോക്ടർ VL ലജീഷ്, സെനറ്റ് അംഗം CH അമൽ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ T സ്നേഹ, DSU ചെയർപേഴ്സൺ K ജോബീഷ് എന്നിവർ സംസാരിച്ചു. AKRSA കൺവീനർ RK വൈശാഖ് സ്വാഗതവും SA ആദിത്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വെട്ടം. ഖുർആൻ വഴി കാണിക്കുന്നു എന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി തിരൂർ ഏരിയ തിരൂർ TIC സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഖുർആൻ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നഹാസ് മാള ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് ഹംസ ഉമരി അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി തിരൂർ ഏരിയ തിരൂർ TIC സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഖുർആൻ സമ്മേളനം സംഘടിപ്പിച്ചു. ഡോക്ടർ സാഫിർ ശാന്തപുരം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് ഹംസ ഉമരി അധ്യക്ഷത വഹിച്ചു. അർഷദ് മാസ്റ്റർ സ്വാഗതവും റബാബ നന്ദിയും പ്രകാശിപ്പിച്ചു. ഡോക്ടർ ഹിബ പരിയാപുരം ഖിറാഅത്ത് നടത്തി. വെട്ടം ന്യൂസ് തിരൂർ. ആദർശപരമായ വൈജാത്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചു നിന്ന് യോജിപ്പിന്റെയും സഹകരണത്തിന്റെയും മേഖലകൾ കണ്ടെത്താൻ മുസ്ലിം സംഘടനകൾ തയ്യാറാവണമെന്ന് KNM മർക്കസ് ഉദവ പുത്തനത്താണി മണ്ഡലം തന്മിയ ഇഫ്താർ സംഗമം ആവശ്യപ്പെട്ടു.
എല്ലാവരും പുറത്ത് കിട്ടിയാൽ പിന്നെ നേരെ പോകാനുള്ള സ്വർഗത്തിലേക്ക്, ആ സ്വർഗത്തിലേക്ക് നിങ്ങളുള്ള അതാണ് തെറ്റുകളാണ് നമ്മൾ സ്വർഗത്തിൽ തടയില്ല, കുറ്റങ്ങളാണ് നമ്മൾ മറച്ചു വെക്കുക. ആ തെറ്റുകളെ പുറത്ത് കിട്ടിയാൽ പിന്നെ സ്വർഗത്തിലേക്ക് പോകാം. ആ സ്വർഗത്തിലേക്ക് പോകാം. ഫാസിസത്തിനെതിരെ മതേതര ചേരിയിൽ ശക്തിപ്പെടുത്താൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും രംഗത്തിറങ്ങണമെന്ന് സംഗമം ആഹ്വാനം ചെയ്തു. റമണാനിലൂടെ റയ്യാനിലേക്ക് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന ഇഫ്താർ സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ഉമ്മർ സുല്ലമി ഉദ്ഘാടനം ചെയ്തു. K. അബു ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം എഞ്ചിനീയർ, എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ മണമ്മൽ, P. സുഹൈൽ സാബിർ, നൌഫൽ ഹാദി ആലുവ, റിഹാസ് പുലാമന്തോൾ, നദ്നസ്രീൻ, ഡോക്ടർ AK അബ്ദുൾ, ഹമീദ് മദനി, TK അബ്ദുൽ മജീദ്, E. സൈനുദ്ദീൻ മാസ്റ്റർ, AKMA മജീദ്, C. അബ്ദുൽ ജബ്ബാർ, KT ജസീറ, സൂറ ആലുക്കൽ, PV മുഹമ്മദ് അൻസാരി, P. നിബ്രാസ് അമീൻ, P. നാദിൽ എന്നിവർ പ്രസംഗിച്ചു. ഈ വർഷത്തെ സംസ്ഥാന ബാലസാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ച യുവത ബുക്സ് പ്രസിദ്ധീകരിച്ച പാട്ടുകാരൻ എന്ന നോവലിന്റെ രചയിതാവ് അഷ്റഫ് കാവലിനെയും വിവിധ രംഗങ്ങളിലെ ജേതാക്കളെയും ആദരിച്ചു. ന്യൂസ് ഡെസ്ക് വെട്ടം. തിരൂരങ്ങാടി ചെമ്മാട് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മ താനൂർ ഒട്ടുംപുറം കടപ്പുറത്ത് ഒരുക്കിയ ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി. രാവും പകലും ഓട്ടോ ഓടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഓട്ടോ ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിലാണ് ജാതി മത ഭേദമന്യേ സുഹൃത്തുക്കൾ പങ്കെടുത്ത ഇഫ്താർ വിരുന്ന് നടന്നത്. മതസൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായ ഇഫ്താർ വിരുന്നിന് TP ജാബിർ, MT ബാബു, T അഷ്റഫ്, K പരമോ, CK അലി, PK മുഹമ്മദ് അലി, PK അലി, P ഷെരീഫ്, P ജയേഷ്, CK സാലിം തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരൂരങ്ങാടി. വെട്ടം തീണ്ടാപ്പടി മഹല്ല് ഇഫ്താർ സംഗമം നടത്തി. ഇഫ്താർ സംഗമത്തിൽ 400-ലധികം ആളുകൾ പങ്കെടുത്തു. റംസാൻ മാസത്തിലെ വ്രതത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം വേറിട്ട അനുഭവമായി. മഹല്ല് സംവിധാനങ്ങളിലെ പ്രവർത്തനങ്ങളിലെ ഐക്യത്തിൽ കേരളത്തിലെ മറ്റു മഹല്ലുകളിൽ നിന്നും വ്യതിരിക്തത പുലർത്തുന്ന തീണ്ടാപ്പടി മഹല്ലിലെ യുവാക്കളുടെ കൂട്ടായ്മ നേതൃത്വം നൽകിയ ഇഫ്താർ സംഗമത്തിൽ 100-ലധികം ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് വെട്ടം. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.